ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗീത ചോദിക്കേണ്ട കിഷോറെ, നിനക്ക് എന്തോ പറ്റി എന്നൊക്കെ പറയുമ്പോഴേക്കും, നീ എൻ്റെ കിഷോറല്ല, നീ ഞങ്ങളുടെ ബന്ധത്തിന് ഇത്രയും പവിത്രതയെ കാണുന്നുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ, പവിത്രതയൊക്കെ മനസ്സിലല്ലേ ഗീതു, വാ നമുക്ക് എൻജോയ് ചെയ്യാം, നീ എൻ്റേതും ഞാൻ നിൻ്റേതുമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതുവിനെ അടുപ്പിക്കുമ്പോൾ ഗീതു ഒറ്റ തള്ളു വെച്ച് കൊടുക്കുമ്പോഴേക്കും ആ പണം എല്ലാം കൂടി നിലത്തേക്ക് വീഴുവാണ് കേട്ടോ. അപ്പോൾ തന്നെ ഗീതു ആ പണം കണ്ടിട്ട് ചോദിക്കേണ്ട കിഷോറെ, ഇത് എവിടെ നിന്നാണ് എത്ര പണം എന്ന് ചോദിക്കുമ്പോൾ, അത് ഞാനൊരു ഡീല് നടത്തി, അതിൻ്റെ പണം എന്ന് പറയുമ്പോൾ, ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നിൻ്റെ കയ്യിൽ ഇത്രയും പണം ഉണ്ടായില്ലല്ലോ, പിന്നെ ഈ സെക്കൻഡുകൾ കൊണ്ട് നീ എങ്ങനെ പണം ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ, അത് ഞാൻ പറഞ്ഞില്ല, ഒരു വലിയൊരു ഡീൽ നടന്നു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഡീൽ എന്ന് പറയുവാണ്. കിഷോറെ സത്യം പറ, നീ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ, ഒളിക്കുന്നുണ്ടെന്ന് ഒന്നുമില്ല, വാ നമുക്ക് എൻജോയ് ചെയ്യണ്ടേ ലൈഫ്, ഇവിടെ ഇപ്പോൾ ഞാനും നീയും മാത്രമേ ഉള്ളൂ, വാ ഗീതു വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. കിഷോറെ മര്യാദയ്ക്കിരിക്കുക, ദേ നോക്ക്, എൻ്റെ ശരീരത്ത് തൊടാൻ പാടില്ല കേട്ടല്ലോ എന്ന് പറയുമ്പോൾ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയണത്, നീ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ എന്നെ, നമ്മൾ പ്രണയിക്കുന്ന സമയത്ത് എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു നമുക്ക്, അതെല്ലാം ഇന്ന് പൂവണിയാൻ പോവാ, നമ്മുടെ രണ്ടുപേരുടെ ഫസ്റ്റ് നൈറ്റാണ് ഇന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗീതുവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ, കിഷോറെ മാറെന്ന് പറയുകയാണ്. പക്ഷേ ഗീതു ഉമ്മ വയ്ക്കാൻ വേണ്ടി പോകുമ്പോൾ ഗീതു ഒരൊറ്റ തള്ളു വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം കിഷോർ പറയണ്ട, നീ എന്താ ഇങ്ങനെ, ഞാനും നീയും പ്രണയിച്ചിടുന്ന ആ കാലം നീ ഒന്ന് ആലോചിച്ച് നോക്ക്, അത് ആലോചിക്കുമ്പോൾ നീ എല്ലാം മറക്കും. കിഷോറെ വേണ്ട 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 കിഷോർ എന്ന് പറയുമ്പോൾ, വേണം ഗീതു എന്ന് പറഞ്ഞിട്ട് കിഷോർ അടുത്തേക്ക് പോവാണ്. ഗീതു അവിടെ നിന്ന് ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുകയാണ് തള്ളിയിട്ട്. പെട്ടെന്ന് തന്നെ റൂമിൽ കയറിയിട്ട് വാതിലടയ്ക്കുന്നുണ്ട് കേട്ടോ. ഗീതു എടി വാതിൽ തുറക്ക് എന്ന് പറയുമ്പോൾ ഗീതു തുറക്കുന്നില്ല. വാതിൽ ലോക്കിട്ട് ഗീതു അവിടെ നിന്ന് പൊട്ടിക്കരയുവാണ്. കിഷോറിന് എന്തായി പറ്റിയത്, കിഷോർ ആകെ മാറിയിരിക്കുന്നു, കിഷോറിനെ ആകെ മാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ മഹേഷ് ഗീതുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുക. ഹലോ ഗീതു, ഇത് ഞാനാ മഹേഷ്, ഞാൻ നിൻ്റെ ഫോണിലേക്ക് വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു വീഡിയോ, ആ വീഡിയോ നീ ഒന്ന് കണ്ടു നോക്ക്, കിഷോറിൻ്റെ തനി സ്വഭാവം നിനക്കപ്പോൾ മനസ്സിലാവും, നീ കിഷോറിൻ്റെ അടുത്ത് ഇപ്പോൾ പോവരുത് എന്ന് പറയുവാണ്. പക്ഷേ ഗീതു ഓൾറെഡി കിഷോറിൻ്റെ അടുത്താണല്ലോ. അതിനുശേഷം നമ്മുടെ ഗീതു ആ വാട്സപ്പിൽ ആ മെസ്സേജ് നോക്കുകയാണ്. അവിടെ ഒരു വീഡിയോ ആണ് കേട്ടോ. ആ വീഡിയോ പ്ലേ ചെയ്യണ ഗീതു ആകെ ഞെട്ടിത്തരിക്കുകയാണ്. അതിൽ കിഷോറുമായിട്ട് ഒരു ഡീല് നടത്തുവാണ് മഹേഷ് പറയുന്നുണ്ട്, ഈ പണം നിനക്ക് ഫുള്ളും എടുക്കാം, പകരം ഗീതുവിനെ ഗോവിന്ദൻ്റെ കൈകളിൽ ഏൽപ്പിക്കണം എന്ന് പറയുന്ന ആ ഒരു വീഡിയോ ഗീതു കാണുവാണ്. അതിനുശേഷം ഗീതു ആകെ ഞെട്ടുവാണ് കേട്ടോ. ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ്, അവനെ കൊല്ലണം, അവന് ജീവിച്ചിരിക്കാൻ പാടില്ല, കൊല്ലും ഞാൻ അവനെ, തീർച്ചയായിട്ടും ഞാൻ അവനെ കൊല്ലും, അവൻ്റെ കൊല നടത്തുന്നത് ഞാനായിരിക്കും, എൻ്റെ ജയിലിൽ പോയാലും കുഴപ്പമില്ല, പെൺകുട്ടികളെ പറ്റിക്കണമായിരുന്നു, ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് ഗീതു വിചാരിക്കുകയാണ്. ഇവിടെ എവിടെയെങ്കിലും ഒരു ആയുധം വേണം, ആയുധത്തിന് വേണ്ടി ഇപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച പോലെ ഗീതു അവിടെ കലഞ്ഞ് നടക്കുവാണ് കേട്ടോ. അങ്ങനെ അലമാരയിലും അവിടുത്തെ ഷോക്കേഴ്സിലൊക്കെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് അലമാര തുറക്കുമ്പോഴാണ് ആ ഗീതു ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ കിഷോറിൻ്റെയും അവർണികയുടെയും ആ ഒരു വെഡ്ഡിങ് ഫോട്ടോ കാണുവാണ്. അത് കാണുന്നതും ഗീതു ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ആ ഫോട്ടോ ഗീതു എടുക്കുകയാണ്. ഗീതുയുടെ കയ്യും കാലൊക്കെ വിറയ്ക്കുന്നുണ്ട്. ആ ഫോട്ടോ ഗീതു കുറച്ച് നേരത്തിൽ സൂക്ഷിച്ച് നോക്കുകയാണ്. പിന്നെ ആ പാട്ടാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കണത്. അതിനുശേഷം ഗീതു ഒന്ന് തളർന്നു പോവാണ്, ചത്ത പോലെ ഗീതു അങ്ങനെ നിൽക്കുവാണ്. ശേഷം ഗീതു വാതിൽ തുറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കിഷോർ പറയുന്നുണ്ട്, ഗീതു ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഗീതു ആ ഫോട്ടോ കാണിക്കുകയാണ്. ആ ഫോട്ടോ കാണുന്നതും കിഷോറിന് എന്ത് പറയണമെന്നറിയില്ല. ഗീതു പറയുന്നുണ്ട്, നീ കല്യാണം കഴിഞ്ഞ പോലെ നിൻ്റെ അവർണികനെ കല്യാണം കഴിച്ചല്ലേ, ഞാൻ അവിടെ നിന്നെ വേണ്ടി ആലോചിച്ച് ഓരോ ദിവസവും കണ്ണീരൊഴുക്കി രാത്രികൾ കഴിച്ചു കൂട്ടുമ്പോൾ നീ ഇവിടെ ഇവളായിട്ട് ഹണിമൂൺ ആഘോഷിക്കുമായിരുന്നല്ലേ, നീ സന്തോഷിക്കുമായിരുന്നല്ലേ, നിൻ്റെ ഫോൺ പല രാത്രികളിൽ സ്വിച്ച് ഓഫ് ആയിരുന്നത് ഇവളായിട്ട് അടിച്ചു പൊളിക്കണതായതുകൊണ്ടാണ് അല്ലേടാ, നിന്നെ വേണ്ടിയിട്ട് ഞാൻ കണ്ണീരൊഴിച്ചതൊക്കെ വെറുതെയായി, നീ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ലടാ, നിന്നെപ്പോലത്തെ ഒരാളിനെ ജീവിക്കണ്ടടാ, നീ മരിക്കേണ്ടവനാ, നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഗീതു ആ ഫോട്ടോ എടുത്തിട്ട് കിഷോറിനെ തലക്കിട്ടൊരു ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം തന്നെ കിഷോർ അയ്യോ അമ്മേ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ അവിടെ തന്നെ അങ്ങോട്ട് ഇരുന്ന് പോവാണ്. അതിനുശേഷം ഗീതു ആ ഫോട്ടോയുടെ ആ ഒരു ഫ്രെയിം കിഷോർ മരിച്ചിട്ടില്ല എന്ന് മനസ്സിലാകുമ്പോഴേക്കും, അതായത് കിഷോറിനൊന്നും സംഭവിച്ചില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ കിഷോറിൻ്റെ കഴുത്തിനൊക്കെ കയറി പിടിക്കുന്നുണ്ട്. ഗീതുവിനെ തള്ളിയിടാണ് കിഷോർ. ഗീതു വീണ്ടും ഭ്രാന്ത് പിടിച്ച പോലെ തന്നെ പെട്ടെന്ന് ചാടി എഴുന്നേക്കുവാണ് കേട്ടോ. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ആ ഫ്രെയിമിൻ്റെ ആ ഒരു കമ്പുണ്ടല്ലോ, ആ കമ്പ് എടുത്തിട്ട് ആ തടിക്കഷ്ണം എടുത്തിട്ട് കിഷോറിനെ കുത്താൻ വേണ്ടി പുറകിലേക്ക് ഓടുകയാണ്. അപ്പോഴേക്കും ആരോ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. കിഷോർ പെട്ടെന്ന് വാതിൽ തുറക്കുമ്പോഴേക്കും മഹേഷും അതൊരു ഗുണ്ടയുമാണ്. മഹേഷ് പെട്ടെന്ന് അകത്തേക്ക് കിഷോറിനെ തള്ളിയിട്ട് കയറുവാണ്. അതിനുശേഷം പറയുന്നുണ്ട്, എടാ നീ അവിടെ പോയപ്പോൾ തന്നെ എൻ്റെ ആൾക്കാർ നിൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നടാ, നിൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യം ഞാനിപ്പോഴാണ് അറിഞ്ഞത്, കല്യാണം കഴിഞ്ഞെന്ന് ഞാൻ അറിഞ്ഞെങ്കിൽ നിന്നെ ഞാൻ വിടില്ലായിരുന്നടേ ഇവളുടെ അടുത്തേക്ക് എന്ന് പറയുവാണ്. അതിനുശേഷം പറയുന്നുണ്ട്, എന്ത് മഹാപാപമാണ് നീ ചെയ്തേക്കുന്നത്, ഞങ്ങളുടെ ഗോവിന്ദൻ്റെ പെണ്ണിന് നീ തൊടില്ല എന്ന് പറഞ്ഞിട്ട് നീ അവളെ എന്താ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നതടാ, ദ്രോഹി എന്ന് പറഞ്ഞിട്ട് ഒറ്റ വലിച്ചെറിയലാണ്. അപ്പം തന്നെ കിഷോർ ഗീതുയുടെ കാലിൽ വന്ന് വീഴുവാണ്. എന്നിട്ട് മാപ്പാക്കണ പോലെ ഗീതുവിനെ നോക്കുന്നുണ്ടെങ്കിലും ഗീതു ആരെയും ശ്രദ്ധിക്കുന്നില്ല. അതിനുശേഷം
മഹേഷ് പറയുന്നുണ്ട് ഗീതുവിൻ്റെ അടുത്ത്, ഇവൻ ചതിയനാണ് ഗീതു എന്ന് പറയുമ്പോൾ കിഷോർ ഗീതു ഞാൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗീതു പറയുന്നുണ്ട്, വേണ്ട, ആരും എന്നോടൊന്ന് സംസാരിക്കണ്ടേ, എല്ലാവരും ചതിയന്മാരാ. കിഷോർ മാത്രമല്ല, ഗോവിന്ദും നിങ്ങളും ഒക്കെ ചതിയന്മാരാ. എന്നെ നിങ്ങൾ ഇവർക്ക് വിറ്റതല്ലേ 1 കോടി രൂപക്കെന്ന് പറയുമ്പോൾ മഹേഷ് പറയുന്നുണ്ട്, ഗീതു നീ എന്തൊക്കെയാണ് പറയണത്? ഇവൻ്റെ മുഖം മൂടി അഴിച്ചു മാറ്റാൻ വേണ്ടി ഞാൻ നടത്തിയ നാടകമാണത്. ഇല്ല, നിങ്ങളൊന്നും പറയണ്ട, നിങ്ങൾ ഗോവിന്ദിന് വേണ്ടി 1 കോടി രൂപക്ക് എന്നെ വിറ്റു എന്ന് പറയുമ്പോൾ, ഇല്ലെന്നേ, സത്യമാണ് ഗീതു, ഇവൻ്റെ സ്വഭാവം നിനക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ. വേണ്ട, ഇനി ആരും എന്നെ അന്വേഷിക്കരുത്. നിങ്ങളുടെയൊക്കെ ആ ഗീതാഞ്ജലി മരിച്ചു, ഗീതു മരിച്ചു, നിങ്ങൾ അങ്ങനെ വിചാരിച്ചാൽ മതി. ഒരാളെ ഞാൻ വിശ്വസിക്കില്ല, എല്ലാം ചതിയന്മാരാ. എല്ലാവരും എന്നെ ചതിച്ചു, കൂടെ നിന്ന് ചതിച്ചു. ഗോവിന്ദ് സാറും അതെ ചതിച്ചു. എല്ലാവരും പണത്തിന് വേണ്ടി എന്നെ ചതിച്ചു എന്നൊക്കെ പറയട്ടെ. ആ പണത്തിൻ്റെ പെട്ടി എടുത്തിട്ട് മഹേഷിനെ ഏൽപ്പിക്കുകയാണ് ഗീതു. അതിനുശേഷം പറയുന്നുണ്ട് കിഷോറിൻ്റെ മുഖത്തോക്കി ഗീതു, നീ നോക്കിക്കോ, നീ സ്നേഹിച്ച ആ ഗീതാഞ്ജലി ഉണ്ടല്ലോടാ, അവൾ ഇന്ന് ചത്തു എന്ന് പറയുവാണ്. അതിനുശേഷം ഗീതു വളരെ വിഷമത്തോടു കൂടി തന്നെ ആ ഫ്ലാറ്റിൻ്റെ പുറത്തേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട് ഗീതു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴും ഗീതു അതൊന്നും തന്നെ കേൾക്കുന്നില്ല. അതിനുശേഷം ആ ഗുണ്ടയുടെ അടുത്ത് മഹേഷ് പറയണ്ടേ, ഇവനെ നന്നായിട്ട് പെരുമാറിക്കോ എന്ന് പറയുകയാണ്. അതിനുശേഷം ആ ഗുണ്ടം നമ്മുടെ കിഷോറിനെ അടിച്ചൊതുക്കണതായിട്ടോ കാണിക്കുന്നത്. ശേഷം മഹേഷ് ഓടിപ്പോകുമ്പോഴേക്കും ഗീതുവിനെ അവിടെ കാണുന്നില്ല. ഗീതു ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്നിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ചാടാൻ പോകുന്നൊരു രംഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യുക. രാത്രി പ്രൊമോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.